ദേശപ്പോരാവേശത്തിന്റെ ഒടുവിലെ കൊട്ടിക്കലാശത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം. കൃത്യം പറഞ്ഞാൽ അരമണിക്കൂർ സമയമാണുള്ളത്. തെക്കൻ പോരിൽ ആര് വാഴും, മധ്യ കേരളം ആര് പിടിക്കും എന്നൊക്കെയാണ് അറിയേണ്ടത്. ഏതായാലും വലിയ ആത്മവിശ്വാസമുണ്ട് മുന്നണികൾക്കെല്ലാം, പാർട്ടികൾക്കെല്ലാം, സ്ഥാനാർത്ഥികൾക്കെല്ലാം. അവരുടെ മുഖത്ത് ആവേശം തന്നെയാണ് നമ്മൾ കാണുന്നത്. പരസ്യപ്പോരുമിത കലാശമാകുന്നു. 7 ജില്ലകളിൽ പരസ്യപ്രചരണം അവസാനിക്കുകയാണ്. പോട്ടി പാറുകയാണ് കൊട്ടിക്കലാശം. നമുക്ക് അശ്വിൻ ഡിയാഗോയിലേക്ക് പോകാം. ഒപ്പം സുനിഷായിലൂരുമുണ്ട്. ആദ്യം അശ്വിനിലേക്ക് പോയാൽ അശ്വിൻ വോട്ടുറപ്പിക്കാൻ നാട്ടിടങ്ങളിലും നഗരങ്ങളിലും ഒക്കെ തന്നെ ഒരു ആരവം തീർക്കുകയാണ് മുന്നണികൾ. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്ന അതേ ആവേശമാണ് നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കാണുന്നത്. തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ കണ്ട അതേ ആവേശം തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിലും ഉള്ളത് എന്നുള്ളതാണ്. ഇനി കൃത്യം 30 മിനിറ്റ് മാത്രമാണ് ഈ കലാശക്കൊട്ട്, അതായത് പരസ്യ പ്രചരണങ്ങൾ അത് അവസാനിക്കാനുള്ളത്. അവസാന നിമിഷങ്ങൾ ആവേശഭരിതമാകുകയാണ് ഇവിടെ പ്രവർത്തകരെല്ലാം ചേർന്ന് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പേരൂർക്കടയാണ്. പേരൂർക്കടയിൽ 4 വാർഡുകളിൽ നിന്നുള്ള കലാശക്കൊട്ടുകളുടെ സംഗമമാണ് ഇവിടെയുള്ളത്. ഓരോ ഭാഗത്തായി BJP, CPM, കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളുടെ കലാശക്കൂട്ടിന്റെ അവസാന നിമിഷങ്ങൾ പൂരമയമാക്കി മാറ്റുകയാണ്. കുട്ടികളും അതുപോലെ തന്നെ യുവതികളും യുവാക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന്, വൃദ്ധരടക്കം ഒരുമിച്ച് ഇവിടെ എത്തി ഈ ഒരു കുട്ടിക്കലാശം ആഘോഷമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് സുരക്ഷയുടെ നേരത്തെ തന്നെ ഇവിടെ CPM-ന്റെ അടക്കം മുതിർന്ന നേതാക്കളടക്കം ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. മന്ത്രി V. ശിവൻകുട്ടി അടക്കം അല്പസമയം മുമ്പ് ഇവിടെ എത്തി. എല്ലാ പ്രവർത്തകരും, അതായത് CPM-ന്റെ മാത്രമല്ല UDF-ന്റെയും അതുപോലെ തന്നെ BJP-യുടെയും പ്രവർത്തകരെയൊക്കെ കണ്ട് അവർക്കെല്ലാം സംസ്ഥാനമൊക്കെ നൽകിയാണ് ഓരോരുത്തരും ഇവിടുന്ന് പിരിയുകയും ചെയ്തത്. BJP-യുടെ നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളടക്കം ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു ആഘോഷത്തിന്റെ, അതായത് തെരഞ്ഞെടുപ്പിന്റെ ഒരു കുട്ടിക്കലാശത്തിന്റെ ഈ ഒരു പൂരമയമായ ഒരു അന്തരീക്ഷത്തിന്റെ ഭാഗമായി ചേർന്ന ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളത്. 4 വാർഡുകളിലെയും സ്ഥാനാർത്ഥികളുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന അണികളുണ്ട്, അവർക്ക് ആവേശമായി ഇവിടുത്തെ നാട്ടുകാരുണ്ട്, നാട്ടുകാർക്ക് ആവേശം പകരാൻ മാധ്യമോപകരണങ്ങളുണ്ട്, സംഗീതമുണ്ട്, വലിയ വലിയ അനൗൺസ്മെന്റ് വാഹനങ്ങളിൽ നിരന്തരം അനൗൺസ്മെന്റുകൾ നടക്കുന്നു. അങ്ങനെ സർവം ഒരു പൂരമയമാണ് നിലവിലിപ്പോൾ പേരൂർക്കടയിൽ നിന്ന് ഉള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെയൊക്കെ കേന്ദ്രീകൃതമായ ഒരു ഇടം കലാശക്കൊട്ടിന് വേണ്ടി ഇല്ലെങ്കിൽ പോലും ആവേശം ഒട്ടും ചോരാതെ തന്നെ പ്രവർത്തകർ തങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി ആവേശഭരിതമായി തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിനെ ഏൽക്കുന്നതാണ് നമുക്ക് കാണുന്നത്.